മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റുകളുടെ ചുവട്ടിൽ ഒരു നല്ല ക്രിസ്ത്യാനി, പേര് വായിച്ചാൽ ക്രിസ്ത്യാനിയാണെന്ന് തോന്നില്ല, ഹിന്ദു ആയിട്ടുള്ള പേരാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു മതം പരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനിയാണ് ഞാനെന്ന് പറയേണ്ടായി. സാറിൻ്റെ ധാരാളം യൂട്യൂബ് പ്രഭാഷണങ്ങളും മറ്റു പ്രഭാഷണങ്ങളും കേൾക്കാറുണ്ട്. അതിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എടുക്കാനുള്ളത് എല്ലാം ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് സാറിനെ പോലെയുള്ളവരോട് പറയാനുള്ളത്, സാറേ, ഓരോരുത്തർ അവനവൻ്റെ വഴിക്ക് പൊക്കോട്ടെ. നമ്മൾ എന്തിനാ അതിനെ എതിർക്കാനും പുച്ഛിക്കാനും വെല്ലുവിളിക്കാനും പോകുന്നത്? ഓരോരുത്തർക്ക് അവരവരുടെ വിശ്വാസമുണ്ട്, അത് നിലനിർത്താൻ അവരവർ ചെയ്യുന്നത് ചെയ്തോട്ടെ. നല്ല വരികളാണ്, ശാന്തമായിട്ടുള്ള വരികളാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ശാന്തമായിട്ടുള്ള വരികളാണ്. ആ വരി പറഞ്ഞ വ്യക്തിയോട്, സുഭാഷിനോട് ഞാൻ പറയുന്നു, സുഭാഷേ, ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ശാസ്ത്രത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള വരികളിലൂടെയാണ്. ഭാരതത്തിലെ പരിണാമത്തിലൂടെയാണ് ജീവജാലങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നിട്ടുണ്ട്. ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാത്. ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ്. ബൈബിളിൽ അങ്ങനെയല്ല. ദൈവം ആദത്തിനെ ഉണ്ടാക്കി, ആദത്തിൽ നിന്ന് അവയെ ഉണ്ടാക്കി. അവരുടെ 100ാമത്തെ തലമുറയാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു 100ാമത്തെ തലമുറയാണെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് പുറകോട്ട് ഓരോ തലമുറ 30ഓ 40ഓ വർഷം എടുക്കുകയാണെങ്കിലും ഇൻഡു 100, 3000 വർഷം അല്ലെങ്കിൽ 4000 വർഷം. ആദവും അവയും ഉണ്ടായത് യേശുക്രിസ്തുവിനേക്കാൾ 4000 വർഷം പുറകോട്ട്. ഇപ്പോൾ BC 4000. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈബിളിൻ്റെ എല്ലാം. യേശുക്രിസ്തുവിൻ്റെ കുരിശാരോഹണം വരെ ഈ ആദവും അവയും ചെയ്ത ആദി പാപത്തിൻ്റെ പേരിലാണ്. ആദത്തിനെ ദൈവം ഉണ്ടാക്കിയെന്ന അശാസ്ത്രീയമായിട്ടുള്ളത്, ആ വിശ്വാസത്തിലാണ് ക്രിസ്ത്യാനികൾ ഇരിക്കുന്നത്. ഒരു തരക്കേടുമില്ല. ആദത്തിൻ്റെ വാരിയെല്ലെടുത്തിട്ടാണ് അവയെ ഉണ്ടാക്കിയത്, അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു തരക്കേടുമില്ല. ആദത്തിന് കായീൻ എന്നൊരു മകനുണ്ടായി, നമുക്കൊരു കുഴപ്പമില്ല. ആ കുട്ടി വിവാഹം കഴിച്ചു. അതെവിടെ നിന്നാ പെണ്ണ് വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല, നമുക്കൊരു പ്രശ്നമില്ല. അവർക്ക് എഫ്രൈൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി, അവൻ വിവാഹം കഴിച്ചു, അതിൻ്റെ സന്തതികളുണ്ടായി. അവരോട് ദൈവം പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോവുക, അവിടെ ഉള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കുക. അപ്പം അവിടെ വേറെ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു, ഇവരുണ്ടാവുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ ആദവും അവയും ആദ്യം ഉണ്ടായത്, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, കുഴപ്പമില്ല. അപ്പോ ഈജിപ്തിൽ ഉണ്ടായിരുന്നവരാരായിരുന്നു? അത് ഞങ്ങൾ ഉത്തരം അന്വേഷിക്കാറില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ 1069,000 വർഷങ്ങൾക്ക് മുമ്പോൾ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഒറിജിനൽ ബോഡി യൂറാൽ പർവ്വത നിലകളിൽ നിന്ന് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഇത് തെറ്റല്ലേ? സാറേ, ഞങ്ങളുടെ വിശ്വാസമാണ്, ഒരു കുഴപ്പമില്ല, പോട്ടെ. ഈ ആദി പാപം ജ്ഞാനക്കനി തിന്നുന്നതിലൂടെ ആദവും അവയും ചെയ്തതിന് ദൈവം ശിക്ഷ കൊടുത്തതാണ്. ഒരു സ്ത്രീയില്, കന്യകയിൽ ദൈവം ഗർഭം ഉണ്ടാക്കി. അത് സാധിക്കുമോ ശരിക്കും സയന്റിഫിക്കലി? ദൈവമായതുകൊണ്ട് എന്ത് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. ആ യേശുക്രിസ്തു ഭാരതത്തിൽ വന്ന് പഠിച്ചു പോയി, അല്ല അവിടെ വെച്ച് പഠിച്ചോ? അദ്ദേഹം അവിടെ നിലനിന്നിരുന്ന പലതിനെയും ചോദ്യം ചെയ്തത് അവിടെ ഭരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനെ വിചാരണ ചെയ്തു. പക്ഷേ എന്നിട്ട് അന്ന് അവിടെ നിലനിന്നിരുന്ന ശിക്ഷയാണ് കുരിശിലേറ്റുക എന്നുള്ളത്. യേശുക്രിസ്തുവിനോടൊപ്പം 2 കള്ളന്മാരെയും കുരിശിലേറ്റിയിട്ടുണ്ട്. അന്നത്തെ ശിക്ഷ അതാണ്. അപ്പൊ അത് അദ്ദേഹത്തിനെ കുരിശിലേറ്റുന്നത് വരെ ദൈവം നോക്കി നിന്നു. അത് കുരിശിലേറ്റലായിരുന്നില്ല, അതൊരു ബലിയായിരുന്നു. ശരി, കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ഓരോ ബൈബിളിലെ കാര്യങ്ങൾ, ഞാൻ കെട്ടുകഥകളെന്ന് പറയണില്ല, അതിൻ്റെ പുറത്ത് നിങ്ങൾ ഏത് വിശ്വാസവും വെച്ച് പുലർത്തിക്കോളൂ സുഭാഷേ. ഇതൊന്നും ഭാരതീയരെ ബാധിക്കുന്നതല്ല. അതിൽ യുക്തിയുണ്ടോ, സയന്റിഫിക് ആണോ, നോൺ സയന്റിഫിക് ആണോ, ലോജിക്കലാണോ, ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കണില്ല. പക്ഷേ സുഭാഷേ, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നിഷ്കളങ്കരും പാവപ്പെട്ടവരുമായ ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും സാക്ഷ്യം പറഞ്ഞും രോഗമില്ലാത്തവർക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനോടും കന്യാമറിയത്തോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ്
അതേ ഡോക്ടർ, ഇല്ലാത്ത രോഗമുണ്ട് എന്ന് എഴുതി കൊടുത്ത ഡോക്ടർ ഇപ്പൊ രോഗം മാറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നത് പറ്റിക്കലല്ലേ? ഹാർട്ട് ഓപ്പറേഷൻ നടത്താൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന വ്യക്തിയോട് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാലേ നിന്റെ സർജറി സക്സസ്ഫുൾ ആവുള്ളൂ എന്നൊരു ഹിന്ദുവിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അല്ലേ സുഭാഷേ? അതേപോലെ രോഗമില്ലാത്തവന് രോഗം മാറിക്കഴിഞ്ഞാൽ, രോഗമില്ലാത്തവന്റെ ഇല്ലാത്ത രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 പേരെ കൂടി ഇതേപോലെ പ്രാർത്ഥിക്കാനായിട്ട് വേളാങ്കണ്ണി പള്ളിയിലേക്ക്, വയനാട്ടിലേക്കും ഇടുക്കിയിലേക്കും കൊണ്ടുവന്നാൽ സാക്ഷ്യം പറഞ്ഞാലേ ഇനി രോഗം വരാതിരിക്കുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പട്ടാപ്പകലുള്ള വഞ്ചനയല്ലേ യേശു ക്രിസ്തുവിന്റെയും ബൈബിളിന്റെയും പേരിൽ ആൾക്കാരെ കൂട്ടാൻ? അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, 29,000 പേര് മരിക്കാനായിട്ട് കിടക്കുന്നവർക്ക് ചികിത്സ കൊടുക്കുക അല്ല ചെയ്തത്, മരണം എളുപ്പമാക്കിയിട്ട് സെന്റ് പീറ്ററുടെ ടിക്കറ്റ് ഞാൻ കൊടുത്തു എന്ന് മദർ തെരേസ പറയുമ്പോൾ ചെയ്തത് ചികിത്സിച്ച ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനാണോ ജീവിതത്തിലേക്ക് ശ്രമിക്കേണ്ടത്? ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണോ ശ്രമിക്കേണ്ടത്? കഴിയുന്നതും വേഗം എണ്ണം കൂട്ടി സെന്റ് പീറ്ററുടെ ടിക്കറ്റ് വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കേണ്ടത്? ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതല്ലേ സേവനം? മരിക്കാനായിട്ട് തയ്യാറില്ലാത്തവനെ പോലും മരണത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ കൊണ്ടുപോകലാണോ? ഗിയർ ന്യൂട്രലിലിട്ട് വണ്ടി എരപ്പിച്ച് വണ്ടി കയറാതിരിക്കാൻ കാരണം നീ നിന്റെ ദൈവത്തെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എൻ്റെ ദൈവത്തെ നീ പ്രാർത്ഥിച്ചാൽ ഒരു സംശയമില്ല വണ്ടി കയറുമെന്ന് പറഞ്ഞ് ഡ്രൈവർക്ക് ആ ടാക്ടിക്സ് പറഞ്ഞു കൊടുത്തിട്ട് വണ്ടി കയറുന്നത് പോലും ദൈവത്തിൻ്റെ പേരിലാക്കിയിട്ട്, വണ്ടി ഓടുന്നത് പോലും ദൈവത്തിൻ്റെ പേരിലാക്കിയിട്ട്, കൃഷ്ണന്റെയും ക്രിസ്തുവിൻ്റെയും 2 ബിംബം, കൃഷ്ണന്റേത് ചെളി കൊണ്ടുണ്ടാക്കിയത്, ക്രിസ്തുവിൻ്റേത് മരം കൊണ്ടുണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് സത്യമുള്ള ദൈവം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ പാവപ്പെട്ടവരെ പറ്റിച്ച് യേശു ക്രിസ്തു പൊങ്ങി നിൽക്കുന്നത്, കൃഷ്ണന്റേത് താഴെ വീഴുന്നത് മുങ്ങിപ്പോകുന്നതും കാണിച്ച് ഇതാണ് സത്യമുള്ള ദൈവം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് പറ്റിക്കലല്ലേ? വിശ്വാസം നിങ്ങളെ ഏത് വേണമെങ്കിലും വെച്ച് പുലർത്തിക്കോളൂ, അതൊന്നും ലോകത്തിൽ ആരുടെയും ചെലവിലല്ല. പക്ഷേ എണ്ണി എണ്ണി പറയാവുന്ന തിന്മകളുടെ വഴിയിലൂടെ ഒരു മതം വളരുകയാണെങ്കിൽ ആരെങ്കിലും സുഭാഷ ഇതൊന്ന് പച്ചയ്ക്ക് പുറത്ത് പറഞ്ഞ് കേൾപ്പിക്കണ്ടേ? ഈ ലോഹയിട്ട് പുണ്യാത്മാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവര് ക്രിസ്തുവിൻ്റെയും ബൈബിളിൻ്റെയും ആരാധകരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരത്തിൻ്റെ കഥകൾ പറഞ്ഞാൽ അത്ഭുതകരമാണ്. സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയണില്ല, കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട്. എന്തിനാ ഈ പരമപവിത്രമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ ചൈതന്യത്തെ അവഹേളിച്ച് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും തുറന്ന മനസ്സും എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിവുള്ള ഒരു മാനവരാശിയെ ഒരു ചെറിയ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി ഇടുന്നത് എന്തിനാ സുഭാഷേ? ഞാൻ വേദനയോടുകൂടിയും ദുഃഖത്തോടുകൂടി എന്ന് ചോദിക്കുന്നതല്ല, അതേ നടക്കുള്ളൂ. കാരണം അതാണ് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലൊക്കെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതും. അത് ന്യൂനപക്ഷത്തിന്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ട് ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയണ്ടേ സുഭാഷ്? ഒരു 5 മണിക്കൂർ പറയാനുള്ളതുണ്ട്. അത് സുഭാഷിനെ പോലെയുള്ള ഒരു വ്യക്തി ചോദിച്ചു, സാറേ അവനവൻ്റെ വിശ്വാസം വെച്ച് പുലർത്താൻ അവനവനെ അനുവദിക്കുക, എന്തിനാ നമ്മൾ മറ്റു മതത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ഒരു നല്ല മിതത്വമേറിയ ഭാഷയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇതുപോലൊരു 200-300 പോയിന്റുകൾ പറയാനുണ്ട്. 10 കൃഷ്ണനെ അവഹേളിക്കുന്നത്, രാമനെ അവഹേളിക്കുന്നത്, പൂജാരിമാരെ അവഹേളിക്കുന്നത്, ക്ഷേത്ര ആചാരങ്ങളെ അവഹേളിക്കുന്നത്, നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെ അവഹേളിക്കുന്നത്, നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളെ അവഹേളിക്കുന്നത്, വേദത്തെയും ഉപനിഷത്തുക്കളെയും പച്ചയ്ക്ക് വ്യഭിചരിക്കുന്ന വിധത്തിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വിവരിക്കുന്നത്. എന്തിനാ സുഭാഷ ഇത് ചെയ്യുന്നത്? അവനവന്റെ യേശു ക്രിസ്തുവിനും അവനവന്റെ ബൈബിളിനും പ്രകൃതിയും പേരും പ്രസിദ്ധിയും കിട്ടാൻ വേണ്ടിയിട്ട് ഈ അതിനെ തന്നെ നിഷേധിച്ച് എതിർക്കുന്ന അതേ ഗ്രന്ഥം ഉപയോഗിച്ച് ഇതിനെ വളർത്തണോ? വേദത്തിൽ തിന്മയും നന്മയില്ലാത്തതുമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഹിന്ദുക്കളെ അങ്ങോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അവരെ തന്നെ അവിടെ പിടിച്ചു നിർത്താൻ ഇതേ വേദം ഉപയോഗിക്കണോ? ഇതേ അമ്പലത്തിലെ കൊടിമരം ഉപയോഗിക്കണോ? ഇതേ കാവ്യവസ്ത്രം ഉപയോഗിക്കണോ? പള്ളിയിലച്ചന്മാര്
ഇതേ രുദ്രാക്ഷം ഉപയോഗിക്കണോ പള്ളിയിലച്ഛന്മാര്? ഇതേ ശിവരാത്രിയെ മിശിഹ രാത്രിയാക്കി മാറ്റണോ? ഇതേ വിദ്യാരംഭത്തെ കർത്താവിന് മിശിഹ യഹോവ കൊടുത്ത വിദ്യാരംഭമാണെന്നാക്കി മാറ്റണോ? ഇതേ കുരിശ് കണി കാണുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണോ? അവിടെ നിന്ന് കൊണ്ടുവന്നതൊന്നും ഇവിടെ വർക്ക് ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ ഉള്ളത് ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്താനും മത കച്ചവടം നടത്താനും ശ്രമിക്കുമ്പോൾ ഇതിനെന്താ ഉത്തരം പറയുക? അതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ മതേതരത്വത്തിന് ഒരു കുഴപ്പമില്ല, അത് വർഗീയമല്ല, മതലഹള ഉണ്ടാവില്ല. കാരണം ഹിന്ദു ക്ഷമിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഹിന്ദുക്കളിൽ ഇത് പഠിച്ച അറിഞ്ഞ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതുമാതിരിയുള്ളത് വിരൽ ചൂണ്ടിയാൽ അത് വർഗീയത, അത് മതമൗലികവാദം, അത് സങ്കുചിതം, അത് അസഹിഷ്ണുത അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ സുഭാഷേ നിങ്ങളുടെ അച്ഛന്മാരും അതുപോലെ കന്യാസ്ത്രീകളും ബിഷപ്പുമാരും കർദിനാൾമാരും ഒരു ഉൾവിളി പോലെ ചെയ്തു കൂട്ടുന്ന തിന്മകളും ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം ഇല്ലാതെയാക്കാൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം മനസ്സിലാവും. കോശി എബ്രഹാമും ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പും എല്ലാം ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ ഒരു കമന്റ് പറഞ്ഞത് നന്നായി, എനിക്ക് ഇങ്ങനെ ഒരു മറുപടി തരാൻ അത് അവസരം നൽകുകയും ചെയ്തു. പ്രണാമം, നമസ്കാരം.